ഇത് നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഏറ്റവും വലിയ തെറ്റാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഇത് തെറ്റാണ്. എത്ര പേര് സമ്മതിക്കുന്നത് തെറ്റാണ്? കാരണം പലരും ഇപ്പം ചിലർ പറയാം എന്നാൽ ഇങ്ങനെ വെച്ചോണ്ടായിരിക്കും, ഇങ്ങനെ വെച്ചാലും തെറ്റാണ്. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഈ ഒരെണ്ണം മേടിച്ചു വെക്കുന്നത് അത്യാവശ്യമാണ്. ആവശ്യമെന്നല്ല ഞാൻ പറയുന്നത്, അത്യാവശ്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനം എപ്പോൾ ബ്രേക്ക് ഡൗൺ ആവും അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മുടെ വാഹനത്തിന്റെ ബാറ്ററി ഡൗൺ ആകുക എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മുടെ വാഹനം എവിടെയെങ്കിലുമൊക്കെ ലൈറ്റോ കാര്യങ്ങളൊക്കെ ഓൺ ആക്കി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ചിലപ്പം ബാറ്ററി ഡൗൺ ആയിപ്പോകും. പിന്നെ ചിലരെങ്കിലും പറയുമായിരിക്കും ഞാൻ അങ്ങനെ ഒന്നും ഒരിക്കലും ചെയ്യാറില്ല. നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കത്തില്ല, അറിയാതെ വല്ലതും പറ്റിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾക്ക് സഹായം ചെയ്യാനാണെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് അടിപൊളിയാണ്. നമ്മുടെ വാഹനത്തിലേക്ക് ഇൻഷുറൻസ് എടുത്തിടുന്ന പോലെ തന്നെ ഒരു കേബിൾ, അതായത് ഒരു ജം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഒരു കേബിൾ നിങ്ങൾ മേടിച്ചു വെക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ പറയും. കാരണം നിങ്ങളുടെ വാഹനത്തിൽ ഇത് ഒരെണ്ണം വേണം. നമുക്കല്ലെങ്കിൽ പോലും വേറൊരാൾക്ക് സഹായം ചെയ്യാൻ അത്യാവശ്യമുള്ളൊരു ഐറ്റമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതിൻ്റെ പ്രോപ്പർ യൂസ് ചെയ്യേണ്ട രീതിയും കൂടെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഈ കേബിൾ ഒന്ന് നമുക്കൊന്ന് അഴിച്ച് ഞാൻ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. യെസ്, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവം വരുന്നത്. ഓക്കെ, ഒരു ബ്ലാക്ക് ഒരു റെഡ് രണ്ടെണ്ണം ഉണ്ടോ? ഓക്കെ, ഇപ്പം കറക്റ്റായി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് എപ്പോഴും പോസിറ്റീവാണ്, ബ്ലാക്ക് നെഗറ്റീവാണ്. ലൈഫിൽ ഇങ്ങനെ ആയിരിക്കത്തില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഈ ഒരു കളേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രം പറഞ്ഞതേ ഉള്ളൂ. പോസിറ്റീവ് റെഡ്, നെഗറ്റീവ് ബ്ലാക്ക്. അപ്പോൾ രണ്ട് പ്രോപ്സ് വരുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോസിറ്റീവ് നമ്മൾ നേരെ പോസിറ്റീവിലോട്ട് വെക്കും, നെഗറ്റീവ് നമ്മൾ നേരെ നെഗറ്റീവിലോട്ട് വെക്കും. അതായത് ഇതുപോലെ നെഗറ്റീവിലോട്ടും ഇങ്ങനെ വെക്കും. ഇത് നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഏറ്റവും വലിയ തെറ്റാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഇത് തെറ്റാണ്. എത്ര പേര് സമ്മതിക്കുന്നത് തെറ്റാണ്? കാരണം പലരും ഇപ്പം ചിലർ പറയാം എന്നാൽ ഇങ്ങനെ വെച്ചോണ്ടായിരിക്കും, ഇങ്ങനെ വെച്ചാലും തെറ്റാണ്. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ബാറ്ററി നെഗറ്റീവിലോട്ട് വെക്കരുത്. അതായത് നെഗറ്റീവ് ആ പോളിലോട്ട് നമ്മൾ വെക്കാൻ പാടില്ല. അത് തെറ്റാണ്. സ്ഥിരം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പല വർക്ക്ഷോപ്പുകളിലും അവർ ജമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് നെഗറ്റീവിലോട്ടും വെക്കും. ഈ ഒരു പ്രോബ് നേരെ പോസിറ്റീവിലോട്ടും. അയ്യോ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ. അടിക്കാതെ നോക്കിക്കോണം. ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ പോസിറ്റീവിലോട്ടും വെക്കും. പക്ഷേ ഇങ്ങനെ വെക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ഒരു കാരണവശാലും ഇങ്ങനെ വെക്കരുത്. ഓക്കെ, നമുക്ക് അതിൻ്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതി നോക്കാം. ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ബാറ്ററി, അത് ഒന്നെങ്കിൽ ഒരു ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു ബാറ്ററി കൊണ്ടുവരിക. ആ ബാറ്ററിയിൽ നിന്ന് നമുക്ക് ചാർജ് എടുക്കാൻ സാധിക്കും. ഈ ബാറ്ററിയിൽ നിന്ന് വേണമെങ്കിൽ ചാർജ് എടുക്കാം, അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ നിന്നും നമുക്ക് എടുക്കാം. ആ വാഹനം ഏകദേശം നമ്മുടെ ഈ വാഹനത്തിൻ്റെ അടുത്തോട്ട് പാർക്ക് ചെയ്യുക. ഏകദേശം ഈ വയറിന് ഇത്ര നീളം ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. ആ വാഹനത്തിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് അതിലോട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുന്ന വാഹനത്തിൻ്റെ പോസിറ്റീവിലും നെഗറ്റീവിലും കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവിലോട്ടും കണക്ട് ചെയ്തു, ഇതൊരു പോസിറ്റീവിലോട്ടും കണക്ട് ചെയ്തു. ഇപ്പം നമ്മൾ ഈ ചെയ്തിരിക്കുന്ന കൃത്യമായൊരു രീതിയാണ്. അതായത് ഞാൻ അവിടെ നോക്കുക, പ്ലസ് എന്ന് പറയുന്ന പോസിറ്റീവും മൈനസ് എന്ന് പറയുന്ന നെഗറ്റീവും. അത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്കും ഈ രണ്ട് പ്രോബിൽ ഇത് റെഡ് പോസിറ്റീവാണ് നമുക്കറിയാം, ഇത് പോസിറ്റീവിലോട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇത് കണക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരെണ്ണം ഡിസ്കണക്ട് ചെയ്തോണം. ഈ നെഗറ്റീവ് ഞാൻ തൽക്കാലം ഡിസ്കണക്ട് ചെയ്യുക. കാരണം പോസിറ്റീവ് ഞാൻ കൊടുത്തില്ല, ഇവിടെ ഞാൻ ഈ പോസിറ്റീവ് കൊടുത്തു. ഓക്കെ, ഇപ്പം പോസിറ്റീവ് മാത്രം കണക്റ്റഡ് ആണ്. ഒന്നും പേടിക്കേണ്ട കേസില്ല. കാരണം പോസിറ്റീവ് മാത്രം കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, പേടിക്കേണ്ട. രണ്ടാമത്തെ കാര്യം, ഞാനിപ്പം നെഗറ്റീവ് കണക്ട് ചെയ്തു. ഈ നെഗറ്റീവ് കണക്ട് ചെയ്തതിന് ശേഷം ഈ നെഗറ്റീവ് ഞാൻ ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് തെറ്റ് സംഭവിക്കുന്നത്. ഒരു കാരണവശാലും ഡയറക്റ്റ് ബാറ്ററിയിലോട്ട് നെഗറ്റീവ് കണക്ട് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബോഡിയിൽ എവിടെയെങ്കിലും, അതായത് ഈ ബോഡി ഫുള്ള് നമ്മുടെ എർത്താണ് വരുന്നത്, അതായത് ഈ പറയുന്ന നെഗറ്റീവ് മൈനസ് ആണ് ബോഡി ഫുള്ള് വരുന്നത്. അത് എവിടെയെങ്കിലും നമുക്ക് കുറച്ച് പെയിൻറ്റ് പോയ ഭാഗം അല്ലെങ്കിൽ പെയിൻറ്റ് ഇല്ലാത്ത ഭാഗം നോക്കി നമ്മൾ വെക്കണം. ഇവിടെ എവിടെയെങ്കിലും നമ്മൾ നോക്കുക. ഇതിൻ്റെ പുറത്ത് വെച്ചാലും ഓക്കെ, ഈ ബോഡിയുടെ ഇവിടെ വെച്ചാലും ഓക്കെ. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചോണം. ഞാനിപ്പോൾ തൽക്കാലം ഒന്ന് മാറ്റുകയാണ്. ഓക്കെ, ഇതുപോലെ ഏതെങ്കിലും ഒരു ബോഡിയിൽ വെക്കുക. കണ്ടോ, ഒരു കാരണവശാലും ബാറ്ററിയുടെ നെഗറ്റീവിൻ്റെ പുറത്ത് കൊണ്ട് വെക്കരുത്. കാരണം
ചാൻസസ് ആണ്, എപ്പോഴും നടക്കുമെന്ന് ഞാൻ പറയുന്നില്ല, പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ബാറ്ററി പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് ബോഡിയുടെ ഏതെങ്കിലും ഒരു പോർഷനിൽ മാത്രം നെഗറ്റീവ് നമ്മൾ അറ്റാച്ച് ചെയ്യുള്ളൂ. എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാം. കാരണം പെയിന്റ് ഇല്ലാത്ത പോർഷൻ, ഇപ്പോൾ ഈ പോർഷനിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് പെയിന്റഡ് ആണ്, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പെയിന്റ് പോകുന്നല്ലാതെ വേറെ ഗുണങ്ങളൊന്നുമില്ല. കൃത്യമായിട്ട് ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യുന്ന രീതിക്ക് ഇപ്പം ഈ ഒരു പോർഷനിലൊക്കെ ആണെങ്കിൽ മെറ്റൽ പോർഷൻ അവിടെ വെക്കാം. അങ്ങനെ മെറ്റലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന പോർഷൻസിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് കൊണ്ടുവയ്ക്കാൻ സാധിക്കും. അത് വെച്ചതിന് ശേഷം സ്റ്റാർട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി ഒരു രക്ഷയില്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ ഇവിടെ വെച്ചോളൂ. പക്ഷേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവിൻ്റെ പുറത്ത്, അതായത് ഞാനിപ്പോൾ ഊരിയിട്ടിരിക്കുകയാണ്, ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ചിലപ്പം ഈ ബാറ്ററി പൊട്ടിത്തെറിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, ഒരു കാരണവശാലും നെഗറ്റീവ് ടെർമിനൽ അവിടെ കണക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് രണ്ട് പ്രൊവിഷനാണ് നമുക്കുള്ളത്. ഒന്നെങ്കിൽ ഒരു ബാറ്ററി കൊണ്ടുവച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു വാഹനത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ആ വാഹനത്തിൻ്റെ ബാറ്ററി പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ബാറ്ററിക്ക് ചാർജ് ഇല്ലാത്ത വാഹനത്തിൻ്റെ ബോഡിയിൽ മാത്രം എർത്ത് കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ ഈ മൈനസ് കൊടുക്കാവുള്ളൂ. അത് ഒരു കാരണവശാലും നിങ്ങൾ മറക്കാതിരിക്കുക. പിന്നെ ഈ ഒരു കേബിൾ എപ്പോഴും വാഹനത്തിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം എപ്പോഴാണ് ഒരു ആവശ്യം വരുന്നത് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഇത് എപ്പോഴും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറൊരു സൈഡും കൂടി ഞാൻ പറഞ്ഞുതരാം. പലരും ചെയ്യുന്ന ഒരു രീതി, ഈ ഒരു ബാറ്ററി എടുത്ത് ഇതിൻ്റെ പുറത്തോട്ട് വെച്ച്, അതായത് ഇങ്ങനെ പുറത്തോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യും, തലകുത്തി മറിച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. അതും തെറ്റായ ഒരു രീതിയാണ്. കാരണം നമ്മൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ബാറ്ററി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതിൻ്റെ സെല്ലിന് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും തലകുത്തി വെച്ചുകൊണ്ട് ഒരു വാഹനത്തിൻ്റെ ബാറ്ററി സ്റ്റാർട്ട് ചെയ്യാതിരിക്കാൻ നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ ലൈഫും കാര്യങ്ങളൊക്കെ കൂടുന്നതായിരിക്കും. ഈ കേബിൾ ഒരെണ്ണം എപ്പോഴും മേടിച്ച് വെച്ചേക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ അടുത്തൊരാൾക്കെങ്കിലും സഹായിക്കാൻ വേണ്ടി ഇത് യൂസ്ഫുൾ ആയിരിക്കും.